ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും ക്രിസ്തുവിന് ഏറ്റവും പ്രിയരുമായ എന്നെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ സ്നേഹിച്ച് കരുതി പരിപാലിച്ച് സൂക്ഷിച്ച് അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും നമുക്ക് തന്ന് നമ്മെ കൈപിടിച്ച് നടത്തുന്ന മഹാദൈവത്തിന് ആലോചന പറഞ്ഞു തന്ന് വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ എത്തുവോളം കാത്തു സൂക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞത് നിറവേറ്റുന്ന നമ്മുടെ അരുമനാഥന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിലിട്ട് പാകപ്പെടുത്തിയിരിക്കുന്ന ദൈവിക ദൂത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി സങ്കീർത്തനങ്ങൾക്കകത്ത് നിന്ന് സങ്കീർത്തനങ്ങൾ 3-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. സങ്കീർത്തനം 3 അതിൻ്റെ 5-ാം വാക്യം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയതുകൊണ്ട് ഞാൻ ഉണർന്നുമിരിക്കുന്നു. രാവിലെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഈ വാക്യത്തിനകത്താണ് ഇന്നത്തെ നമുക്കുള്ള ദൂത് എന്നെനിക്ക് ഒറ്റനോട്ടത്തിൽ പിടികിട്ടി. പക്ഷേ ഇതിനകത്തുനിന്ന് എന്താണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചിരിക്കുമ്പോൾ സർവശക്തൻ എൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്ന ഒരു ലളിത ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, എന്നെ ദൈവം പാട്ടുപാടി ഉറക്കിയെന്നല്ല, എന്നെ കർത്താവ് ഒരു മൂലയെ കൊണ്ടിട്ട് ഉറക്കിക്കളഞ്ഞെന്നല്ല, ഉറങ്ങിയത് ഞാൻ തന്നെ. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നെ ആരും ഉറക്കിയതല്ല, ഞാൻ കിടന്നുറങ്ങി. പക്ഷെ ഉണർന്നത് ഞാൻ തന്നെയല്ല, എന്നെ ഉണർത്തിയതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഉറങ്ങാൻ എളുപ്പമാണ്. മിക്കവാറും പേരെ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ ഉറക്കും. ചിലപ്പോൾ പറയാറുണ്ട്, ഈ ചെറുക്കൻ ഉറങ്ങുന്നില്ലല്ലോ, എത്ര നേരമായി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയാലും കൊണ്ടു നടന്നാലും തോളയിലിട്ടാലും തൊട്ടിയിലിട്ടാട്ടിയാലും ഉറങ്ങാത്തൊരു പ്രായം നമുക്കുണ്ട്. എന്നാൽ കഠിനാധ്വാനം, ക്ഷീണം, ടെൻഷനുകൾ, പ്രയാസങ്ങൾ, അധ്വാനവും ഇതൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇഷ്ടംപോലെ സമയമുണ്ട്. ജീവിതത്തിൽ പകൽ മുഴുവൻ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ കണ്ടേക്കാം, അവരെ വിട്. പക്ഷേ 12-18 മണിക്കൂറുകൾ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദീർഘദൂര യാത്ര ചെയ്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച് തിരിച്ചു വരുന്നവർ. അവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ എത്ര മണി വരെയും ഉറങ്ങാതിരിക്കാം, ഉറങ്ങിയാൽ പിന്നെ ഉണരാനാ പാട് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഉറങ്ങാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ, ഇപ്പോഴത്തെ പ്രായത്തിൽ എന്നെ കേട്ടിത് ശ്രദ്ധിക്കാൻ കഴിവും പ്രായവും പ്രാപ്തിയുള്ള ആളുകളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഉറങ്ങാൻ പ്രത്യേകിച്ച് സഹായമൊന്നും വേണ്ട. ഇപ്പോഴും പാട്ട് കേട്ടെങ്കിലേ ഉറങ്ങത്തുള്ളൂ, ആരെങ്കിലും വന്ന് നമ്മളെ ഉറക്കിയെങ്കിലേ ഉറങ്ങത്തുള്ളൂ എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നീ ഏതെങ്കിലും പ്രയാസം കൊണ്ട് ഉറക്ക ഗുളിക കഴിച്ചെങ്കിലേ ഉറങ്ങത്തുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചു മാറ്റണം. തിരുവെഴുത്ത് പറയുന്നു, എന്നെ ഉറക്കുന്നത് ഉറക്ക ഗുളികയല്ല, എന്നെ ഉറക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങണം. ശരീരത്തിന് ക്ഷീണം മാറി ബലം കിട്ടണമെങ്കിൽ ഉറങ്ങണം. ഉറക്കം കെടുത്തുന്ന വിഷയങ്ങളുണ്ട്, ഉറക്കം കെടുത്തുന്ന ശത്രുക്കളുണ്ട്, ഉറക്കം കെടുത്തുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളുണ്ട്, ഉറക്കം കെടുത്തുന്ന രോഗങ്ങളുണ്ട്. അതിനെ മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ മാസത്തിൽ ശാസിച്ച് മാറ്റണം. ഉറക്കം കെടുത്തുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറരുത്. ഉറങ്ങണം. ഈ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞാൻ കിടന്നുറങ്ങി. അതൊന്നാം ഭാഗമാണ്. ഞാൻ ഉറങ്ങിപ്പോയി. എത്രയോ പേര് ഉറങ്ങിപ്പോയത് കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായവർ വരെയുണ്ട്. ബസ്സും വണ്ടിയൊക്കെ പോയി. ഉറങ്ങിപ്പോയത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയവരുണ്ട്. ഉറങ്ങിപ്പോയത് കൊണ്ട് വിരുത് നഷ്ടപ്പെട്ടവരുണ്ട്. ഉറങ്ങിപ്പോയത് കൊണ്ട് വഴക്ക് കേട്ടവരുണ്ട്. ഉറങ്ങിപ്പോയത് കൊണ്ട് നഷ്ടം സംഭവിച്ചവരുണ്ട്. ഉറങ്ങിപ്പോയത് കൊണ്ട് അടപ്പത്ത് ഏതാണ്ടും വെച്ചിട്ട് ഉറങ്ങിപ്പോയത് കൊണ്ട് കത്ത് പിടിച്ചു.
ഉറങ്ങിപ്പോയത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ, ഉറങ്ങിപ്പോയത് കൊണ്ട് ഒരുപാട് മനോദുഃഖങ്ങൾ, ഉറങ്ങിപ്പോയത് കൊണ്ട് ചീത്തയും വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒത്തിരി പശ്ചാത്തലങ്ങളുണ്ട്. എന്നാൽ തക്ക സമയത്ത് ഉണരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു രാവിലെ ഉണരാനാ പാട്. അങ്ങനെ ഉണരാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഞാനിതിനൊന്ന് ആത്മീകവൽക്കരിക്കാം കേട്ടോ. ഇവിടെ ഈ വാക്യത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു, എന്നെ രാവിലെ ഉണർത്തിയത് എൻ്റെ ദൈവമാണ്. അങ്ങനെയല്ലേ വാക്യം എഴുതിയിരിക്കുന്നത്? യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഉറങ്ങാൻ ദൈവത്തിൻ്റെ കൃപയാൽ. ഈ 3-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് സ്വന്തം മകൻ അപ്പനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. അവിടെ ഉറങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടുള്ള കാര്യം. എങ്കിലും കൃപയാൽ ദാവീദ് ഉറങ്ങി. പക്ഷെ ദൈവം തമ്പുരാൻ രാവിലെ തട്ടി ഉണർത്തി, രാത്രി മുഴുവൻ താങ്ങി, രാവിലെ ദൈവം ഉണർത്തിയെന്ന് വേണം പറയാൻ. പ്രിയപ്പെട്ടവരെ, ഞാനിത് വായിച്ചപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഉറങ്ങാനും ഉണരാനും കൃപ തരുന്നത് ദൈവമാണ്. ഉറങ്ങിയിട്ട് ചുരുക്കം ചിലരാണെങ്കിലും ഉണരാതെ പോയ എത്രയോ പേരുണ്ട്. വൈകി ഉണർന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നഷ്ടങ്ങൾ സമ്പാദിച്ച എത്രയോ പേരുണ്ട്. ആത്മീകമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പോൾ ശാരീരികമായിട്ടാണ് പറഞ്ഞത്. ആത്മീകമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. പൊതുവിൽ ഈ ലോകത്തിൻ്റെ സെറ്റപ്പ്, ഈ പ്രപഞ്ചത്തിൻ്റെ പശ്ചാത്തലം നമ്മളെ ഉറക്കിക്കളയാൻ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ആത്മീകത്തിൽ ഉറങ്ങിപ്പോകാനാ സാധ്യത കൂടുതൽ. ഉറങ്ങിപ്പോകാനാ. വിദേശ രാജ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ ഭാഗ്യവശാൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടാറുണ്ട്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ അന്തരീക്ഷം, ആ തണുപ്പ് എല്ലാം കൂടി നമ്മളെ അങ്ങ് ഉറങ്ങാനുള്ളൊരു മൂഡ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില ദിവസങ്ങൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ തോന്നിയല്ല, കിടന്നങ്ങ് ഉറങ്ങാനൊരു മൂഡ് വരിക. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അങ്ങ് ഇരുന്നോടത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോവുക. പൊതുവിൽ മനുഷ്യപ്രകൃതി, പൊതുവിൽ നമ്മുടെ പശ്ചാത്തലം നമ്മളെ ഉറക്കുന്നതാണ്. ആത്മീകത്തിലും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഉറക്കുന്നതാണ്. പ്രാർത്ഥിക്കാതെ, ആരാധിക്കാതെ, വചനം വായിക്കാതെ, കൂട്ടായ്മകളിൽ പങ്കെടുക്കാതെ കട്ടിലെ നീണ്ടു നിവൃത്തി കിടക്കുന്ന കാര്യമല്ല. സ്പിരിച്വലി സ്ലീപ്പ്, ഉറങ്ങിപ്പോവുക, ആത്മീകത്തിൽ ഉറങ്ങിപ്പോവുക. ഇത് സ്വാഭാവികമാണ്, ആരും ചെയ്തതല്ല. ദാവീദ് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി എന്നതുപോലെ ആത്മീകത്തിൽ ഉറങ്ങിപ്പോകും. ആരും പിശാചതിന് കൂട്ടു നിൽക്കുമായിരിക്കും. ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം, ഈ ലോകത്തിൻ്റെ മായാപ്രപഞ്ചം നമ്മളെ സ്പിരിച്വലി ഉറക്കിക്കളയുന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ പരിപാടി നിന്നെ ഉറക്കുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ പരിപാടി നിന്നെ ഉണർത്തുക എന്നുള്ളതാണ്. ദൈവാത്മാവ് ഇന്ന് നിങ്ങൾ ചിലരോട് പറയുന്നു, ആത്മീകത്തിൽ ഉറങ്ങിപ്പോയവരെ തേടി കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുവാതിക്കൽ, നിങ്ങളുടെ വീട്ടുവളപ്പിൽ, നിങ്ങളുടെ അടുക്കൽ അവനെത്തും. എന്തിനാണ്? ഉണർത്താൻ. ഒരു കാര്യം ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഉറങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വലുതൊന്നും ചെയ്യാറില്ല. ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി തട്ടി ഉണർത്തപ്പെട്ടാൽ, പത്രോസിൻ്റെയൊക്കെ ജീവിതത്തിനകത്ത് ഉറങ്ങിക്കിടന്നാൽ ഒന്നും അറിയില്ല. ഉറങ്ങിക്കിടന്നാൽ സംഭവങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയില്ല. ഉണർന്നെങ്കിലേ ദൈവമഹത്വവും ദൈവപ്രവൃത്തിയും കാണാൻ പറ്റുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തിരിക്കുന്നു എന്നറിയണമെങ്കിൽ ഉണരണം. എന്തിനാണ് ഉറങ്ങിക്കിടക്കുന്ന ദാവീദിനെ രാവിലെ കർത്താവ് തട്ടി ഉണർത്തുന്നത്? ദൈവപ്രവൃത്തി കാണാനുണ്ട്, ദൈവത്തിൻ്റെ കരുതലുകൾ കാണാനുണ്ട്, ദൈവം തുറക്കുന്ന വഴികൾ കാണാനുണ്ട്, ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാനുണ്ട്. അതിന് ഉറങ്ങിയാൽ പറ്റില്ല. ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കൾ, ഞാൻ പലതിലും ഉറങ്ങിപ്പോകുന്നപ്പാ. ആത്മീക വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാനങ്ങ് ഉറങ്ങിപ്പോകുന്നു. പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. ഉറങ്ങുമ്പോൾ നാം ആരാന്നറിയുന്നില്ല. ആരുറങ്ങിയാലും, രാജാവ് കിടന്നുറങ്ങുമ്പോഴും ഉറക്കം തന്നെയാണ്, രാജാവ് തന്നെയാണ് അദ്ദേഹം. പക്ഷെ ഉറങ്ങിയാൽ രാജകീയ പദവികളൊന്നുമില്ല. ഈ പദവികളൊക്കെ ഊരി വെച്ചിട്ട സാധാരണ ഉറങ്ങുന്ന ആളുകൾ.
ഉറക്കത്തിൽ രാജാവില്ല, പ്രജയില്ല, ഡോക്ടറില്ല, രോഗിയില്ല, ഉപദേശിയില്ല, വിശ്വാസിയില്ല. ഉറങ്ങിയാൽ എല്ലാവരും ഉറക്കമെന്ന ബലഹീനതയുടെ കീഴിലാണ്. എന്നാൽ ഉണർന്നാൽ രാജാവ് രാജാവാണ്, മന്ത്രി മന്ത്രിയാണ്, ഡോക്ടർ ഡോക്ടറാണ്, പ്രഭു പ്രഭുവാണ്, അഭിഷിക്തൻ അഭിഷിക്തനാണ്. ഉറങ്ങിയാൽ അഭിഷിക്തനല്ലേന്ന് ചോദിച്ചാലാണ്, പക്ഷെ ഗുണമില്ല. ഉറങ്ങിയ ഡോക്ടറെ എന്തിനു കൊള്ളാം? ഉറങ്ങിയ എന്തോരം ഉപയോഗങ്ങളുണ്ടെന്നറിയാം. ഉറങ്ങിയ ആളുകളെ കൊള്ളിയേല. ഉണർന്നിരുന്നാൽ നിങ്ങളുടെ ഫങ്ഷനിലാകും. പ്രിയരെ, കർത്താവ് ആരെയൊക്കെയോ ഉണർത്താൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ദിവസം തന്നെ ദൈവം ചെയ്യുന്ന നന്മകൾ കാണേണ്ടതിന് കർത്താവ് നിങ്ങളെ തട്ടി ഉണർത്തട്ടെ, താങ്ങി ഉണർത്തട്ടെ. അതിനായി ഹാഗാർ ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം നിങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കട്ടെ. എന്തിന്? തുറക്കപ്പെട്ട ഉറവകൾ കാണാൻ, പുതുവഴികൾ കാണാൻ, തുറന്നു വരുന്ന വാതിലുകൾ കാണാൻ, നിൻ്റെ നാളുകളിലെ നന്മകളെ കാണാൻ കർത്താവ് ഉണർത്തട്ടെ. ഉറങ്ങിപ്പോകാം തനിയെ, ഒറ്റപ്പെട്ട്. പക്ഷെ ദൈവം ആരെയോ വിട്ട് തട്ടി ഉണർത്തുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ആരുമില്ലാതെ ഏകാന്തതയുടെ ചൂട് പിടിച്ച് എന്തിനായി ജീവിതമെന്നോർത്ത് മൂകയായി ഉറങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ദൂതനെ വിടുത് തട്ടി ഉണർത്തുന്നു. അല്ല, കർത്താവ് തന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുക. തട്ടി ഉണർത്തുന്നതുകൊണ്ട് താങ്ങി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൂതൻ തട്ടി ഉണർത്തും, ദൈവം താങ്ങി എഴുന്നേൽപ്പിക്കും. ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് അത് ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉറങ്ങിപ്പോയവരെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന മഹാദൈവമേ, ഇന്നത് കേട്ടിട്ട് കർത്താവിനോട് എൻ്റെ അപ്പാ എന്നെ കൂടി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചേക്കണേ. അങ്ങ് എഴുന്നേൽപ്പിച്ചാൽ, അങ്ങുണർത്തിയാൽ അവർ നന്മ കാണും നിശ്ചയം. സ്വർഗം അത് ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.